റെറ്റിന, കണ്ണിന്റെ ഞരമ്പ് അഥവാ നേത്രപടലം, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ക്യാമറയിൽ ഫിലിം എത്രത്തോളം പ്രധാനമാണോ അതുപോലെയാണ് നമ്മുടെ കണ്ണിന്റെ റെറ്റിന പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ഇമേജ് കാണുമ്പോൾ അത് കണ്ണിന്റെ അകത്തോട്ട് പ്രകാശരശ്മികളായി കിടന്ന് അതിന്റെ ഒരു ഇമേജ് വന്ന് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. റെറ്റിന കറക്റ്റായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായി കണ്ടുവരുന്ന അസുഖങ്ങൾ ഒരു ഏജ് ഗ്രൂപ്പായി തരംതിരിച്ചാൽ വളരെ ചെറിയ കുട്ടികളിൽ, മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ, ഒരു 1.5 kg താഴെ വരുന്ന കുട്ടികളിൽ ഒരു ഓക്സിജൻ തെറാപ്പി എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്ന അസുഖം കണ്ടുവരാറുണ്ട്. അതുകൂടാതെ കണ്ണിന്റെ ഞരമ്പിൽ വരുന്ന ഒരു ട്യൂമറാണ് റെറ്റിനോബ്ലാസ്റ്റോമ. യങ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന പ്രധാനമായി വരുന്ന റെറ്റിനൽ അസുഖം എന്ന് പറഞ്ഞാൽ മയോപിക് ഡീജനറേഷൻ ആണ്. ഷോർട്ട് സൈറ്റഡ്നെസ് കൊണ്ടുണ്ടാകുന്ന റെറ്റിനയിൽ വരുന്ന ഡീജനറേഷൻ, അത് മെയിൻലി റെറ്റിനയുടെ പെരിഫറിയിലാണ് കണ്ടുവരുന്നത്. അത് പെരിഫറൽ ഡീജനറേഷൻ കാരണം റെറ്റിനയുടെ ചില ഭാഗങ്ങൾ വീക്ക്നെസ് ഉണ്ടാകുകയും അതുവഴി അവിടെ റെറ്റിനൽ ഹോൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ എഫക്ട് കൊണ്ട് റെറ്റിന ഡിറ്റാച്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൂടാതെ റെറ്റിനയിൽ യങ് ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് CSR അഥവാ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി. ഇത് കുറച്ച് ടെൻഷനുള്ള ആളുകളിൽ, ടൈപ്പ് എ പേഴ്സണാലിറ്റി ഡിസീസസ്, സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകളിൽ കണ്ണിന്റെ മാക്കുലയിൽ നീർക്കെട്ട് പോലെ വരുന്ന അസുഖമാണ് സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി. കുറച്ചും കൂടിയും ഏജ് ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ആളുകളിൽ പ്രധാനമായി കണ്ടുവരുന്ന റെറ്റിനൽ ഡിസീസ് ആണ് നമുക്ക് മറ്റുള്ള ഡയബറ്റിസ് കൊണ്ടും ഹൈപ്പർ ടെൻഷൻ കൊണ്ടും വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി. അതുകൂടാതെ വെയിൻ ഒക്ലൂഷൻസ്, കണ്ണിന്റെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കൊണ്ട് കണ്ണിന്റെ അകത്തോട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുകയും അതുവഴി കാഴ്ച കുറയാനും സാധ്യത ഉണ്ടാകുന്നു. അതുകൂടാതെ ഏജ് റിലേറ്റഡ് മാക്കുല ഡീജനറേഷൻ, കണ്ണിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ മാക്കുലയിൽ പ്രായത്തിൽ ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ് കൊണ്ടും കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.